നമ്മുടെ ഗിരീഷ് മാഷ്. അതിനു വേണ്ടിയിട്ടാണോ പെട്രോളും കത്തിച്ച് എന്നെ കാണാൻ വന്നത്? എന്റെ MLA ഗിരീഷിന്റെ കാര്യത്തിൽ മാഡം ആവശ്യപ്പെടാതെ തന്നെ വേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട്. MLA അപ്രൂവൽ കൊടുത്ത പ്ലാന്റ് അവൻ അടച്ചു പൂട്ടണമെന്നു. അതപ്പോ അവൻ MLA കൂടി എതിർക്കുകയും അപമാനിക്കുകയും കൂടി ചെയ്യല്ലേ അല്ലേ? അവനെ അകത്താക്കിയിട്ടുണ്ട്. MLA ധൈര്യമായിട്ടിരിക്കേ. FIR ഇട്ട് അവനെ റിമാൻഡ് ചെയ്യും. സബ് ജയിലിൽ കൊണ്ടുപോകുമ്പോ ഇടിച്ചു പരത്താനായിട്ട് അവിടെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. MLA സമാധാനമായിട്ടിരിക്കേ. സാറിനെ കളിയാക്കിയാണോ സംസാരിക്കുന്നൊന്നും അറിയില്ല. അയ്യോ, കളിയാക്കുന്നോന്നു MLA എന്താ ഈ പറയുന്നേ? സർ, ഗിരീഷേട്ടനെ വിട്ടയക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. ഗിരീഷേട്ടനെതിരെയുള്ള പരാതി സർ പിൻവലിക്കണം. ഗിരീഷിനെ വിട്ടയക്കണമെന്നോ? MLA സ്വഭാവത്തോടെ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ സ്ഥാപനം അടച്ചു പൂട്ടാൻ വേണ്ടി ജനങ്ങളെ ഇളക്കി വിട്ട് കലാപശ്രമം നടത്തുക, പിന്നെ ഉടമയെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിയെ വിട്ടയക്കണമെന്നാണോ MLA പറയുന്നേ? നായർ സർ, ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് ഗിരീഷേട്ടന്റെ ഭാഗത്തുനിന്നും സാറിനെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്നാ. സാറിന്റെ ഭീഷണി അവഹേളനവും സഹിക്കാൻ പറ്റാതെ ആ സംഘത്തിലുള്ള ഒരാളുമായി. മതി 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 മതി, നിർത്ത്. ബന്ധുക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയേ വേറെ കഥയൊന്നും ഉണ്ടാക്കണ്ട. ഈ കേസ് ഞാൻ വലുതാക്കാൻ പോവാ. സത്യത്തിൽ അങ്ങനെ ഒരു തല്ലിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ആ തല്ലുണ്ടല്ലോ, ഗിരീഷിനെ അടിക്കാനുള്ള വടിയ. അവനിനി പുറംലോകം കാണില്ല. ജയില ഇനി അവന്റെ വീട്. സർ പ്ലീസ്, എന്റെ ഒരു അപേക്ഷ ഒന്ന് പരിഗണിക്കണം. എന്റെ അപേക്ഷ പരിഗണിക്കാൻ എത്ര കാലമാ എന്നെ MLA പുറകെ നടത്തിച്ചത്? എന്നിട്ടിപ്പോ ഇങ്ങോട്ട് തന്ന അപേക്ഷ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ സാധിച്ചു തരണമല്ലേ? സർ, സൗകര്യപ്പെടില്ലേ MLA? അത് വിട്ടേക്ക്. ഗിരി, ആ ഉണക്ക വാദ്യാര് ഈ KK നായരോട് മുട്ടുന്നോ? ഞാൻ അവന്റെ വീട്ടിൽ പോയതാ. കാല് പിടിക്കും പോലെ പറഞ്ഞതാ, എന്തു വേണേലും ചെയ്യാം, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അപ്പോ അവൻ വലിയ സാമൂഹ്യ സ്നേഹിയായി, വലിയ പ്രകൃതി സംരക്ഷകൻ. ഇപ്പോ പ്രകൃതി അവനെ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. സർ പ്ലീസ്, ഗിരീഷേട്ടൻ സാറിനെതിരെ അല്ല സമരം നടത്തുന്നേ. സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള സമരമാ. സത്യത്തിൽ ആ പ്ലാന്റ് നാടിന് തന്നെ ദോഷം ചെയ്യുന്ന സ്ഥാപനോ? നിർത്താമല്ലേ? MLA എന്നെ പറഞ്ഞോ, ഞാൻ സഹിക്കും. പക്ഷേ എന്റെ പ്ലാന്റിനെ പറഞ്ഞുണ്ടല്ലോ, എനിക്കറിയാം എന്തോ സമ്മർദ്ദത്തിന്റെ പുറത്താ MLA എന്റെ പ്ലാന്റിന് പെർമിഷൻ തന്നതെന്ന്. കൃത്യമായ ഒരു അവസരം വന്ന പ്ലാന്റ് അടച്ചുപൂട്ടാൻ MLA ഇടപെടുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഗിരീഷിനെ പൊക്കിയതേ MLAക്കും കൂടെയുള്ള ഒരു മുന്നറിയിപ്പാണ്. പ്ലാന്റിനെതിരായി നിന്നോ തുറന്നു പറയാം, MLA ഞാൻ പൂട്ടും. കോടികൾ മുടക്കിയിട്ടാ ആ പ്ലാന്റ് തുടങ്ങാനുള്ള അനുമതി ഞാൻ നേടിയത്. MLA അടക്കം എല്ലാത്തിനും ഞാൻ പിടുത്തും. വലിയ ആദർശവാദിയായ MLA സ്വന്തം കുടുംബത്തിലെ ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ ഒരു ഉളുപ്പില്ലാതെ ഇറങ്ങിയിരിക്കുക. ഞാനേ പത്രക്കാരെ അറിയിച്ചോണ്ടല്ലോ, കസേര പോവും, കസേര. ഗുണ്ടകളെയും കുറ്റവാളികളെയും വിട്ടയക്കൊന്നും പറഞ്ഞ് MLA ഇറങ്ങിയ നാട്ടിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കുമെന്ന്? സർ പ്ലീസ്. MLA പാടുവെക്കി പോയേ. അവനെ ഞാൻ ഓങ്ങി വെച്ചിരുന്നതാ, കൊടുക്കാനേ ഇപ്പോഴാ പറ്റിയത്. MLA പച്ച മലയാളത്തിൽ പറയാം, ചത്താലും ഞാൻ പരാതി പിൻവലിക്കാൻ പോകുന്നില്ല.